ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ട വറവലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സവാള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കറുപ്പൊക്കെ വന്നിരുന്നു കേട്ടോ, കളയേണ്ടിയിരുന്നു. വൃത്തിയായി കഴുകിയാലും പോകും കേട്ടോ. അങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ ആ ഞെട്ടിയൊക്കെ കളഞ്ഞു. കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഒരു ഇടയിലെടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, അടുത്ത തക്കാളി, ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇതായി സവാള കട്ട് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇതാ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. തക്കാളി, തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ, രണ്ട് കൊത്ത് കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ചിക്കൻ മസാല, രണ്ട് മുട്ട, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെന്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം എല്ലായിടത്തും. ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട വറവ് റെഡി ആയിട്ടുണ്ട്. ചോറ് എനിക്ക് പറഞ്ഞാൽ അടിയാണ് കേട്ടോ. വിശന്നിട്ട് വന്ന് നിൽക്കണം, വല്ലതും തരണേ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ചോറ് കൊടുത്തു. ഇവിടെ അടി. ഇവിടെ ഞാൻ നിൽക്കണോണ്ടാണ് മര്യാദയ്ക്ക് ഒരു ചോറ് വാരി കഴിക്കണത്. ജീവനെ പിടിക്കാൻ പറ്റുമോ, ഒരു കുരങ്ങനെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. പിടിക്കാൻ പോയാൽ വിവരം അറിയും. കുരങ്ങന്മാരെല്ലാവരും കൂടി ഇവിടെ പിടിച്ച് കഴിച്ചില്ലെങ്കിൽ ഭാഗ്യം. ഒരു പാത്രം എടുത്തു. ശർക്കര, ലേശം വെള്ളം,
ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഒരു പഴം എടുത്തു, ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്യണം. തേങ്ങ അടിക്കാം. ആഹാ, അടിപൊളിയായിട്ടുള്ള കുട്ടികളുണ്ട്. വേഗം ചിരവിയെടുക്കാം. വേണ്ട, ലാസ്റ്റ് വന്നാളെ ആൾക്ക് ചോറ് കിട്ടിയില്ല എന്തോ താഴെ വീണ ഓരോ വറ്റും പറക്കി പറക്കി കഴിക്കുവാണേ. ഒരു ചട്ടി വെച്ചു, ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് അവലിട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി നമുക്ക് കോരിയെടുക്കാം. അടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പഴം നുറുക്കിയതിട്ട് കൊടുത്തു. പഴം നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അതിലോട്ട് ആ തേങ്ങ കൂട്ടി കൊടുക്കാം. അവല് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലിങ്ങനെ കുറച്ച് പഞ്ചസാര ഇട്ടാൽ അതിന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ ശർക്കര ഉരുക്കിയത് ഒഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റാണ്. അരിച്ചിട്ട് ഒഴിക്കുക. മധുരം എത്രയാണ് ആവശ്യം അത് ഒഴിക്കുക. അങ്ങനെ പാലക്കാടൻ സ്റ്റൈൽ അവല് ഒഴിച്ചത് റെഡി ആയിട്ടുണ്ട്.